ഹലോ വിദ്യ. ആ മീര, തിരക്കിലാണോ? അല്ല, ഞാനിവിടെ അച്ഛൻ്റെ അടുത്തുണ്ട്. ആണോ? എന്നാ കുഴപ്പമില്ല. കമ്പനിയിലെ തിരക്കിനിടയിൽ വല്ലതും ആണോന്ന് അറിയാനാ ചോദിച്ചേ. അല്ല, ധൈര്യമായിട്ട് സംസാരിച്ചോ. ഞാൻ ടോട്ടലി ഫ്രീയാ. കമ്പനിയിലെ ഭാരങ്ങളിൽ നിന്നെല്ലാം തൽക്കാലം റെസ്റ്റാ. അതെന്താ അങ്ങനെ? അതിപ്പോ കുറച്ചു ദിവസം റെസ്റ്റ് എടുത്ത് ഇവിടെ നിന്നോളാൻ ആദർശേട്ടൻ പറഞ്ഞു. അങ്ങനെ വന്നതാ. അതാ ടോട്ടലി ഫ്രീ ആണ്, എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോളാൻ പറഞ്ഞത്. അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ്, പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത്രയും തിരക്കുള്ള കമ്പനി കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി മീരയുടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ ആദർശേട്ടൻ പറയുന്നത് എന്തിനാ? കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന അച്ഛന് ഒരു സൂപ്പർവൈസർ ഒരു ദിവസത്തെ ലീവ് എടുത്താൽ ഉണ്ടാകുന്ന ടെൻഷൻ എത്രയാണെന്ന് കണ്ടു വളർന്ന ആളാ ഞാൻ. അപ്പൊ കമ്പനി കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്ന മീര മാറി നിന്നാ അവിടെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടെ വിദ്യക്ക് തെറ്റിപ്പോയി. ഇന്ത്യയിലെ എല്ലാ ബ്രാഞ്ചുകളും ഒരു ഓഫീസിൽ നിന്ന് മാനേജ് ചെയ്യുന്ന ആളാ ആദർശേട്ടൻ. അങ്ങനെ ഒരാള് കമ്പനിയിലുള്ളപ്പോ ഞാൻ മാറി നിന്നാൽ എന്ത് സംഭവിക്കാനാ? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എനിക്കെന്തോ ഇതിലത്ര വിശ്വാസം വരുന്നില്ല. മീരയുടെ സ്വഭാവത്തിന് മീരയെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളും ആരോടും പറയില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മുന്നിൽ നടക്കുകയും ചെയ്യും. വിദ്യ പറയുന്ന പോലെ ഒരു കുഴപ്പം എനിക്കില്ല. ആദർശേട്ടന് കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് യാത്രയൊക്കെയുണ്ട്. അതുകൊണ്ടാ എന്നെ ഇവിടെ ആക്കിയതേ. പിന്നെ ബീനാമ ആകെ സങ്കടത്തിലാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ ബീനാമയ്ക്കൊരു ആശ്വാസമാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ചു ദിവസം മീരയ്ക്ക് ഇങ്ങോട്ട് വരാവോ? മീരയ്ക്ക് മുത്തശ്ശിയോടൊപ്പം നിൽക്കുകയും ചെയ്യാം. പിന്നെ മീര ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ആശ്വാസമായിരിക്കും. നോക്കാം വിദ്യ. ഞാനിവിടെ ഉണ്ടെന്ന് കരുതി ആദർശേട്ടൻ എപ്പം എന്നെ അങ്ങോട്ട് വിളിക്കുന്നെന്നോ ഇങ്ങോട്ട് വരുന്നെന്നോ അറിയില്ലല്ലോ. സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് ഞാൻ വരാം. ശരി, മീരയുടെ ഇഷ്ടം. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എന്നാലും എനിക്കെന്തോ മീരയുടെ മനസ്സിൽ എന്നോട് പറയാത്ത സങ്കടമുള്ളതുപോലെ തോന്നുന്നു. ശബ്ദത്തിൽ നിന്നും അത് മറയ്ക്കാൻ മീരയ്ക്ക് പറ്റാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോ എനിക്ക് വെറുതെ തോന്നുന്നതാവും. അങ്ങനെ ആയിരിക്കാനാണ് എന്റെ ആഗ്രഹവും. ഹലോ മീര, എന്താ മിണ്ടാത്തെ? ഏയ്, ഒന്നുമില്ല. വിദ്യ വെറുതെ വിളിച്ചതായിരുന്നോ? അതെ, വെറുതെ മീരയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതാ വിളിച്ചേ. ആണോ? എന്നാ പറഞ്ഞോ, എന്താ അവിടെ വിശേഷങ്ങളൊക്കെ? ഒന്നുമില്ല മീര, പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ വെറുതെ വിളിച്ചതാ. ഞാനെന്നാ പിന്നെ വിളിക്കാം മീര. ഇനിയിപ്പോ സംസാരിച്ച ഇതേ മാറ്ററിൽ കിടന്ന് വട്ടം ചുറ്റും. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. മുത്തശ്ശി ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ശരി, പറയാം. ഓക്കെ മീര. സോറി അങ്കിൾ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഓ, അതൊന്നും സാരമില്ല. ആദർശന് നല്ല തിരക്കുള്ളതല്ലേ. ഞാൻ വിളിച്ചപ്പോൾ ആദർശ് വരാമെന്ന് പറഞ്ഞോണ്ടാ കാണാമെന്ന് കരുതിയത്. അങ്കിളൊന്ന് കാണാൻ സമയമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എത്ര തിരക്കാണെങ്കിലും വരില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്താ അങ്കിൾ കാണണമെന്ന് പറഞ്ഞത്? അത് ആദർശ് ഔട്ട് ഓഫ് സ്റ്റേഷനിൽ എവിടെയോ പോവുകയാണെന്ന് ബീന പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ആദർശ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു. മീര വീട്ടിൽ വന്ന് നിൽക്കുകയും കൂടി ആയപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ പിണക്കോ മറ്റോ ആണോ എന്നൊരു തോന്നൽ. അതാ ആദർശനോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതിയത്. ഞങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മീര അങ്കിളിനോട് പറഞ്ഞോ? ഏയ്, മീരയൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ തോന്നൽ ആദർശനോട് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്കിൾ പേടിക്കണ്ട, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ മീരയെ വീട്ടിൽ കൊണ്ട് നിർത്തിയത് എനിക്ക് കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ്. പിന്നെ സൂരജിൻ്റെ പ്രശ്നത്തിൽ മീനാൻ്റി നല്ല വിഷമത്തിലായിരിക്കുമല്ലോ. ഈ സമയത്ത് മീര അവിടെ ഉണ്ടെങ്കിൽ ആൻറ്റിക്ക് അത് വലിയ ആശ്വാസമായിരിക്കും. ഇനി മീര അവിടെ നിൽക്കുന്ന ഒരു പ്രശ്നമാക്കണ്ട.
ഞാൻ ഇന്ന് തന്നെ മീരെ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഏയ് അങ്ങനല്ല ആദർശേ, ഞങ്ങളൊക്കെ പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ലേ. ചില കാര്യങ്ങൾ നിങ്ങളെപ്പോലെ ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്ന് വരില്ല. ഒരുപക്ഷെ അതിനൊക്കെ ആവും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സംശയം ഞാൻ ആദർശനോട് തുറന്നു ചോദിച്ചു. ആദർശ് അതിനുള്ള ഉത്തരവും തന്നു. അതോടെ ആ മാറ്റർ അവിടെ തീർന്നു. ആദർശന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ആദർശനുണ്ട്. അതുകൊണ്ട് എന്തു പറയാനും ഒരു മടിയും വിചാരിക്കരുത്. ഇല്ലെങ്കിൽ ആദർശിനി എന്നാണ് കർണാടക സൈഡിലേക്ക് പോകുന്നത്? ഉടനെ തന്നെ പോകുന്നുണ്ടെങ്കിൽ. അവിടേക്ക് സൂരജിന്റെ മുത്തശ്ശൻ പോയി സൂരജിന് വേണ്ടി ഒരു അന്വേഷണം നടത്തിയിരുന്നു. അത് ആദർശ് അറിഞ്ഞിരുന്നു. ആ അറിഞ്ഞതാണല്ലോ. ആ സമയത്ത് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതല്ല, അതിനുശേഷം ഈ അടുത്ത സമയത്ത് അദ്ദേഹം സൂരജിനെ അന്വേഷിച്ച് വീണ്ടും പോയി. ഏതോ ലോറിയിലാണ് പോയത്. മാർക്കറ്റിൽ ലോഡ് കൊണ്ടുവരുന്ന ലോറി തിരികെ പോയപ്പോൾ അതിൽ കയറിപ്പോയി. ലോക്കൽ ആൾക്കാരുമായിട്ട് കൂടുതൽ അടുക്കാൻ അവരുടെ കൂടെ പോയാൽ സാധിക്കുമെന്ന് കരുതിയാ അങ്ങനെ പോയത്. ഏത് വണ്ടിയിൽ പോയാലും ആ സ്ഥലത്ത് എന്ന് ആരോട് ചോദിച്ചാലും അവർക്കൊന്നും അറിയില്ല എന്നേ പറയും. കാരണം അവർക്കാർക്കും സൂരജിനെ പരിചയമില്ലല്ലോ. അതുകൊണ്ട് ഒരു പ്രയോജനം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ശരിയാണ്. എന്നാലും അന്ന് ബസ്സിലുണ്ടായിരുന്ന ആരൊക്കെയോ കണ്ട് സംസാരിക്കാൻ സൂരജിന് മുത്തശ്ശന് സാധിച്ചു. ആണോ? എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞോ? സൂരജ് ആ ബസ്സിൽ കയറിയിട്ടില്ല എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്.